ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവ റെസിപ്പി ആയിട്ടാണ്. പായിട്ടാൽ അലിഞ്ഞു പോകുന്ന ചവ്വരി ഹൽവയാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ ഇതാ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതൊരു 1 അവർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ ഇതാ 1 അവർ ആയിട്ടുണ്ട്. ചവ്വരി കണ്ടോ നന്നായിട്ട് തന്നെ സോക്ഡ് ആയിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടും മിക്സർ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇതാ പഞ്ചസാര നല്ലപോലെ ഒന്ന് അലിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്ര പെർഫെക്റ്റ് ആയിട്ടാണ് പഞ്ചസാര കാരമലൈസ്ഡ് ആയി കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പാകത്തിൽ വേണം കിട്ടാനായിട്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര ചേർത്തും ഈ ഒരു ഹൽവ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് പഞ്ചസാര ചേർത്തുണ്ടാക്കുമ്പോഴാണ്. ഇനി ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്തെടുക്കാം. കുറച്ച് ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ശേഷം ഫ്ലെയിം ഓൺ ആക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെക്കണം, പെട്ടെന്ന് തന്നെ ഇത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഡാൽഡയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗീ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ട പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പാകമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഗരം മസാലയൊക്കെ ചേർക്കുമ്പോണ്ടല്ലോ നമ്മുടെ കോഴിക്കോട് ഹൽവയുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനുണ്ടാവുക. ഇനി ഇതിലോട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കോക്കനട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇത് കണ്ടോ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു കേക്കിൻ്റെ ടെക്സ്ചറിലായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനൊന്ന് ഓയിൽ സ്പ്രെഡ് ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഹൽവ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഒരു സ്പാച്ചുലയോ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 1 അവറാണ് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത്. ഇപ്പോൾ ഇതാ 1 അവർ ആയിട്ടുണ്ട്. നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ചവ്വരി ഹൽവ ഇതാ പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് നോക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എന്തോരം സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നതെന്ന്. ഒരിക്കൽ നിങ്ങൾ ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കും. അത്രയും ടേസ്റ്റിയാണ്. എല്ലാവർക്കും എൻ്റെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ചവ്വരി ഹൽവ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.